നമസ്കാരം. നമ്മൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്ന വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരിക്കും എല്ലാവരും. ഹസ്നാൻ എന്ന് പറഞ്ഞ ഒരാൾ 5 പേരെ വധിച്ചു. ഓക്കെ, അവൻ്റെ ഫാമിലിപ്പെട്ട 5 പേരെയാണ് കൊന്നത്. പിന്നെ ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്. അപ്പം ഇത് എന്താണെന്ന് നോക്കിയാൽ ഇപ്പം പോലീസ് പറയുന്നത് എന്തോ ഡ്രഗ്സിൻ്റെ മുകളിലുള്ളതാണെന്നാണ് പറയുന്നത്. എന്തോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് അവൻ ചെയ്തത്. ലഹരി പദാർത്ഥം, സിന്തറ്റിക് ഡ്രഗ് ആണെന്ന് തോന്നുന്നു, ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ പുറത്താണ് ചെയ്തത്. അല്ലാതെ മനുഷ്യരായിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്, അഫാൻ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഓക്കെ, മനുഷ്യരായിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവൻ കൊന്നത് അവൻ്റെ അനിയനെ ഉൾപ്പെടെയാണ്. 13 വയസ്സുള്ള ഒരു കുട്ടി, അത് അവൻ്റെ അനിയനെ ഉൾപ്പെടെയാണ് അവൻ കൊന്നത്. അവനുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു എന്ന് പറയുന്നു. അവനെ എങ്ങനെ കൊല്ലാൻ പറ്റുമെന്ന് നമുക്ക് ഒരു ഐഡിയയും നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇനി ഈവൻ ഡ്രഗ്സിൻ്റെ പുറത്താണെങ്കിൽ പോലും അതെങ്ങനെ പറ്റുമെന്നുള്ള കാര്യം എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പിന്നെ അവൻ്റെ കാമുകിയെ കൊന്നു. ഓക്കെ, അത് ബാക്കിയെല്ലാവരും പോകുന്നല്ലോ. അപ്പം ഇവൻ ഉൾപ്പെടെ മരിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എലിവേഷം കഴിച്ചിട്ടുണ്ട്. അപ്പം കാമുകിയും ഇനി വേണ്ടാന്നുള്ള രീതിയിൽ കൂടെ അവളെയും കൊന്നു. അപ്പം അവളുമായിട്ട് സ്നേഹത്തിലായിരുന്നു പറയാൻ പറ്റത്തില്ല. ഓക്കെ, സ്നേഹിക്കുന്നവരൊക്കെ എങ്ങനെയാണ് കൊല്ലാൻ കഴിയുന്നത്? പറ്റില്ല, ആർക്കും പറ്റില്ല. മുത്തശ്ശിയെ കൊന്നു. 90-95 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത്രയും പ്രായമുള്ളൊരു മുത്തശ്ശിയെ കൊല്ലുക. ഇവൻ്റെ അച്ഛൻ്റെ സഹോദരനെയും വൈഫിനെയും കൊന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് നടക്കുന്നത് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഈ സാധാരണ ഒരു ഡ്രഗൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത്രയും പ്ലാനോടുകൂടി ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യം പോലീസൊക്കെ പറഞ്ഞിരുന്നത്, ആദ്യം മീഡിയാസൊക്കെ ആണെങ്കിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇവന് സാമ്പത്തികമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവൻ്റെ കാമുകിയുമായിട്ടുള്ള ബന്ധത്തെ അവരുടെ വീട്ടുകാർ എതിർത്തിരുന്നു. അതൊക്കെയാണ് ഈ കൊലയിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. പക്ഷെ അതിനകത്തൊന്നും നമുക്ക് ഒരു ഇതും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അതിനവൻ എന്തിനാണ് അവനെ കൊച്ചു സഹോദരനും ഉൾപ്പെടെ കൊല്ലേണ്ടുന്ന ഒരു കാര്യമില്ല. അത് ഇത്ര മൃഗീയമായിട്ടുള്ള രീതിയിൽ കൊല്ലേണ്ടുന്ന ഒരു കാര്യമില്ല. എൻ്റെ വാപ്പയുടെ സഹോദരനെയൊക്കെ 20 തവണയാണ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, മുഖത്തോ നെഞ്ചത്തോ ഒക്കെ ആയിട്ട്. അതും ചിറ്റികൾ ഉപയോഗിച്ചിട്ടാണ്, ഹാമർ ഉപയോഗിച്ചിട്ട്. ഈ ഹാമർ ഉപയോഗിച്ചിട്ടൊക്കെ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ കത്തിയോ വാളൊക്കെ ഉപയോഗിച്ച് കൊല്ലുന്ന കണക്കല്ല. അതൊരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റാണ് ഈ ഹാമർ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം സ്വയബോധം ഉള്ളവർക്ക് പറ്റുന്നൊരു സംഭവമല്ല, ഈ ഹാമറൊക്കെ വെച്ചിട്ട് ഒരാളെ അടിക്കുക കൊല്ലുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ ഈ ഡ്രഗ്സിൻ്റെ പുറത്താണെങ്കിൽ എന്ത് ഡ്രഗ്, അത് അവൻ എവിടെ നിന്ന് കിട്ടി, ഇതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതൊന്ന്. പിന്നെ ഇവൻ്റെ മോട്ടീവ് എന്താണ്? ഡ്രഗ് ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണി കാണുന്നതല്ല. പിന്നെ അവന് വേറെ ആരെയൊക്കെ കൊല്ലായിരുന്നു? ഇവൻ്റെ അച്ഛൻ്റെ ഇപ്പം ഒരു സഹോദരനെയാണ് കൊന്നെന്ന് പറയുന്നത്. വേറെ സഹോദരന്മാരുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം, ലത്തീഫ് എന്ന് പറഞ്ഞ ആളെ മാത്രം തിരഞ്ഞെടുത്തു? അത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ അനിയന് കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അപ്പം അത്ര സ്നേഹമുണ്ട്. പിന്നെ എന്തിനാണ് അവൻ ഇത്ര മൃഗീയമായിട്ട് കൊന്നത്? അനിയൻ്റെ ഒരു കണ്ണ് കാണാനില്ല, കണ്ണ് അകത്തേക്ക് കുഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്, അടി കൊണ്ടിട്ട്. കുഴിമന്തിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് കൊല്ലണമെന്ന് ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ മൃഗീയമായിട്ട് കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മൃഗീയമായിട്ടുള്ള രീതി കൊന്നതാണ് വീണ്ടും നമുക്കൊരു സംശയം ജനിപ്പിക്കുന്ന കാര്യം. വിഷം കൊടുത്തതൊക്കെയാണ് നമുക്ക് ആ ഒരു രീതിയിലെങ്കിലും പറയാം. ഓക്കെ, ഇത് ഇത്ര കണ്ണിച്ചോര ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയാൻ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ഒരു കിട്ടുന്നില്ല, ഒരു ലോജിക്ക് കിട്ടുന്നില്ല. ഈവൻ ഡ്രഗ്സിൻ്റെ പുറത്താണെങ്കിൽ കൂടിയും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ കൊല നടത്തിയിട്ട് പിന്നെ എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് അവൻ പോയിട്ട് മറ്റേ കൊല ചെയ്യുന്നതും തിരിച്ചു വരുന്നതല്ല. അപ്പം ഈ ഒരു ടൈം ഗ്യാപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് എങ്ങനെ ഇത് സാധിക്കുന്നുള്ളത്. അപ്പോൾ ഇത് പ്ലാൻ ചെയ്താണ്ട് ഇതൊന്നും നടക്കത്തില്ല. ഓക്കെ, എന്നിട്ട് ഇവൻ തന്നെ പറയുന്നു അവൻ എലിവേഷം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവൻ ആ കൊല നടത്തിയതിനു ശേഷം ആ ഒരു ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. ഗേറ്റ് പൂട്ടിയിട്ട് അവിടുത്തെ ഗ്യാസ് സിലിണ്ടർ എല്ലാം തുറന്നിട്ടിട്ടാണ് ഇവൻ ഗേറ്റ് പൂട്ടുന്നത്. ഓക്കെ, അകത്തുള്ള ഈ ഗ്യാസ് സിലിണ്ടർ 3 സ്റ്റൗ ഉണ്ട്. ആ 3 സ്റ്റൗവും തുറന്നു വിട്ടിട്ടാണ് ഇപ്പം പുറത്തിറങ്ങി ഗേറ്റ് പൂട്ടിയിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് ആരെങ്കിലും അറിയാതെ അതിനകത്തോട്ട് കയറിയിട്ട് എന്തെങ്കിലും ലൈറ്റ് ഇടിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കത്തും. ഓക്കെ, ഈ വരുന്ന ആളും തട്ടിപ്പോവും. അപ്പോൾ ഇതൊക്കെ പ്ലാൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഓട്ടോ പിടിച്ചിട്ടാണ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് SHOയെ കണ്ടിട്ടാണ് കാര്യം പറയുന്നത്. ഓക്കെ,
ഞാൻ 6 പേരെ കൊന്നു, 3 പേരെ കൊന്നു എന്നങ്ങാണ്ടാ തോന്നുന്നു ആദ്യം പറയുന്നത്. 3 പേരെ മറ്റേ എന്താണ് മിക്കവാറും ഉടനെ മരിക്കുമെന്നുള്ള രീതിയിലാണ് അവൻ ആ രീതിയിലെങ്ങാണ്ടാണ് അവൻ SHOയുടെ അടുത്ത് സംസാരിക്കുന്നത്. ഓക്കെ, അവിടാണ് വീണ്ടും നമുക്കൊരു സംശയം ജനിപ്പിക്കുന്നത്. സാമാന്യം ഒരു ബോധത്തോടെ അല്ലാണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഇവൻ ഡ്രഗ്സ് മാത്രമാണെന്ന് പറയുന്നതിനകത്ത് നമുക്കൊരു ഇത് കിട്ടുന്നില്ല, ലോജിക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് അവൻ എവിടുന്ന് കിട്ടി, അത് ഗവൺമെൻറ് അത് വേറെ അവിടെ നശിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ യുവ തലമുറയുടെ കാര്യം വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് പോകും. മുമ്പ് റാഗിങ്ങിൻ്റെ കേസ് കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിൻ്റെ കേസ് നടന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും മൃഗീയമായിട്ടൊക്കെ ഒരാളെ കുട്ടികളെ റാഗ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ടൈപ്പ് ഡ്രഗായിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്? സാമാന്യം ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇത് കണക്ക് കോമ്പസ് കൊണ്ട് വരയുക, അതിനകത്ത് ടോയ്ലറ്റ് ലോഷൻ ഒഴിക്കുക, സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ കെട്ടിത്തൂക്ക്, ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഒരു സ്വബോധത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവിടെയും അല്ല ഈ പറഞ്ഞ ഡ്രഗിൻ്റെ യൂസ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഈ മദ്യം കഴിച്ചതിന് ശേഷം ഈ ഇപ്പം സ്ഥിരം സംഭവമാണ്. ഓക്കെ, കത്തിക്കുത്തും ബഹളവും അല്ല കേരളത്തിൽ ഒരു മറ്റേ ഞെട്ടാത്ത വാർത്തയായിട്ട് വന്നിരിക്കുകയാണ്. കാരണം മദ്യം ഇപ്പോൾ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിപ്പോൾ നമുക്ക് ഇപ്പം പത്രം എടുത്താലും അല്ലെങ്കിൽ ചാനൽ പറഞ്ഞാൽ നമുക്ക് സ്ഥിരം കേൾക്കാവുന്ന വാർത്തയാണ്. മദ്യത്തിൻ്റെ ലഹരിയിൽ കൂട്ടുകാർ തമ്മിൽ കുത്തി മരിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ മകൻ അച്ഛനെ കുത്തി. അപ്പം ഇതൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷെ ഇതിപ്പം ഞെട്ടാനുള്ള കാരണം ഒരാൾ വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് പറയുകയാണ് 6 പേരെ കൊന്നു എന്ന് പറയുക എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്വന്തം ചോര ഉൾപ്പെടെ, ഓക്കെ, അതായത് ബ്ലഡ് ലൈനിലുള്ള ആളുകളെയാണ് അവൻ കൊന്നത്. അവൻ്റെ കാമുകിയും കൊന്നിട്ടുണ്ട്. സ്നേഹിച്ച ഒരു വ്യക്തിയെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവൻ സ്നേഹിച്ചിട്ടില്ല, അവൻ ആരോടും സ്നേഹം ഉണ്ടായിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവൻ എന്തിൻ്റെ പുറത്ത് അത് ചെയ്തു. ഇവൻ പോലീസിൻ്റെ അടുത്തും മിനിറ്റിനെ മൊഴി മാറ്റിയാണ് ചെയ്തത്. ഓക്കെ, ഒന്നിനകത്ത് അവൻ ഉറച്ചു നിൽക്കുന്നില്ല, അത് മറ്റൊരു കാര്യം. അവിടെയൊക്കെയാണ് വീണ്ടും പോലീസുകാർ ഇപ്പോഴും അവൻ പറയുന്നത് മുകളിലേക്ക് എടുത്തിട്ടില്ല. ഓക്കെ, ഡ്രഗിൻ്റെ പുറത്താണെന്നുള്ളതും ഈ പറഞ്ഞ കണക്ക് തുടക്കത്തിൽ ആളുകൾ പറഞ്ഞതുപോലെ എന്താണ് ഈ സാമ്പത്തിക പ്രശ്നമോ അതല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രേമബന്ധം വീട്ടുകാർ അംഗീകരിക്കാത്തതോ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അതൊന്നും അല്ല, വേറെ എന്തോ ആണ്. അതിനി കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഡ്രഗിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് കർശനമായിട്ടുള്ള നടപടി നമ്മളുടെ ഗവൺമെൻറ്റും പോലീസുകാരും എടുക്കണം. ഓക്കെ, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്രോതസ് എവിടെയാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് തന്നെ വേരോടെ അറുത്ത് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തിരുവനന്തപുരത്ത് നിന്നല്ല, കൊച്ചിയിലാണെങ്കിലും കൊച്ചിയിലേക്കാണ് അതിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇതണക്കുള്ള സാധനങ്ങളുടെ സിന്തറ്റിക് ഡ്രഗോ മറ്റു കാര്യങ്ങളോ അല്ല. അപ്പം എവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്രമല്ല, ഈ കൊച്ചി ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളൂ, കൊച്ചി ട്രിവാൻഡ്രം മാത്രമല്ല, എല്ലായിടവും സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം അത് എന്ത് ചെയ്യണം, ഗവൺമെൻറ് വേരോടെ അറുത്ത് കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് തുടക്കം മാത്രമായിരിക്കാം. ഓക്കെ, അങ്ങനെ ആവാതിരിക്കട്ടെ.